സന്നിഹിതരായിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, വിശിഷ്യ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഈ വചനത്തിന്റെ കരങ്ങളിലേക്ക് കൈവൽപ്പിക്കണം. കർത്താവേ, ഞങ്ങൾ ചിന്തിക്കട്ടെ, കേൾക്കുന്നവർക്ക് വിശ്വാസത്തിനും പ്രയോജനത്തിനുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്രിസ്തീയ മാർഗത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നായകനായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഇതിന്റെ വൈശേഷ്യം. ക്രിസ്തു യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരുന്നില്ല എന്ന് വരികിൽ സുവിശേഷ പ്രസംഗം വ്യക്തമാകും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അനന്തതയുടെയും അനശ്വരതയുടെയും ആവനാടിയിൽ നിന്ന് അനിശ്ചിതത്വത്തിന്റെയും ആകുലതയുടെയും ആകത്തുകയായ അവൻ ഈ തലത്തിൽ അതിശയകരമാവണ്ണം വന്നവതരിച്ച് അഖില ലോക ജനകോടികളുടെ അഖില പാപവും ആ ശരീരത്തിൽ ആവാഹിച്ചുകൊണ്ട് അവനിക്കും ആകാശത്തിനും മധ്യേ ആഴ്ത്തപ്പെട്ട കുരിശിൽ അതിദാരുണമാവണ്ണം അന്തരിച്ച് അതുവരെയും ആരെയും അടക്കം ചെയ്തിട്ടില്ലാത്ത അരിമത്യായ യോസേപ്പിന്റെ അധികാരത്തിൽപ്പെട്ട ആ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് 3-ാമത്തെ ദിവസം അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വന്ന് തന്റെ ശിഷ്യന്മാരെ കണ്ടു സംസാരിച്ച ശേഷം വീണ്ടും വരുമെന്ന പ്രഖ്യാപനത്തോടുകൂടി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ഇന്ന് സ്വർഗത്തിലുണ്ട്. അവിടെ നിന്ന് താൻ രാജാതി രാജാവായി മടങ്ങി വരുമെന്ന് നാം വിശ്വസിക്കുന്നു. ഈ വിശ്വാസമുള്ള എല്ലാവരെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് നമ്മുടെ കർത്താവായ യേശു വരും, താമസിക്കുകയില്ല. ആകയാൽ പ്രത്യാശയോടെ അഴലേറുന്ന ഈ ജീവിത മരുവിൽ അഴലാതെ, തളരാതെ, തകരാതെ, നിരാശപ്പെടാതെ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. നാം വിശ്വസിച്ചതിനേക്കാൾ രക്ഷ ഇപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇവിടെ വായിച്ച വാക്യം, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സമ്പന്നരാക്കി തീർക്കുന്നത് ഒരറിവാണ്. എന്താണ് ആ അറിവ്? ഒരു ഏക സത്യ ദൈവമുണ്ട്. അവൻ ഒരു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിനെയും തന്റെ പിതാവായ ദൈവത്തെയും അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരും എന്നുള്ളത് തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന മാർമികമായ ഒരു സത്യമായി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം തന്നെ അത് പ്രഖ്യാപിക്കുന്നത് കേൾക്കാം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. അന്യാധീനപ്പെട്ടു പോയ ഈ ഭൂമിയെ മടക്കിയെടുക്കുവാനും പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യരാശിയെ മുഴുവനും രക്ഷിക്കുവാനും ഇവിടെ ഒരു സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് യുഗങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു സത്യമാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തിയത് പ്രവാചകന്മാരെല്ലാവരും ഏറ്റ പാടിക്കൊണ്ടിരുന്നതായി നാം വായിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കേൾക്കുന്നു,
യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അതുകൊണ്ട് യെസ്, വായിക്കൂ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി കന്യക ഗർഭിണിയായി ഒരു മകൻ ഈ ഭൂമിയിൽ പ്രസവിക്കപ്പെടണം എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രഖ്യാപനം പ്രവാചകൻ ആവർത്തിച്ചു. കാലത്തിന്റെ ജീവിക്കൽ അതങ്ങനെ തന്നെ സംഭവിച്ചതായിട്ട് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. കാലത്തിന്റെ സമ്പൂർണതയിൽ എന്ന് തുടങ്ങുന്ന ആ വാക്യം. ഗലാത്യ ലേഖനം 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു എന്നവിടെ വായിക്കുന്നു. വിശുദ്ധമെന്ന മത്തായി പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തുമ്പോൾ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേരിടണം. 22-ാമത്തെ വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പ്രവാചകൻ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം പറയാതെ വിട്ടപ്പോൾ പരിശുദ്ധാത്മാവ് മത്തായിലൂടെ പറയുകയാണ്, അവന്റെ പേരിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ, അതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാട് അത് കാലത്തിന്റെ തീവെങ്കിൽ സംഭവിച്ചു. ഒരു കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൂതന്മാർ പോലും ഭൂമിയിൽ നടക്കുവാനിരിക്കുന്ന യേശുവിന്റെ കന്യകാ ജനനത്തെ വളരെ ആകാംക്ഷയോടെ വീക്ഷിച്ചിരുന്നതായിട്ട് നാം ബൈബിളിൽ കാണും. അവര് അതിവിടെ സംഭവിച്ചോ എന്ന് ഇടയ്ക്കിടെ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അവർ ഈ രഹസ്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി അവർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അനേക പ്രവാചകന്മാർ തങ്ങൾക്ക് വരുവാനുള്ള ഈ രക്ഷയെക്കുറിച്ച് അതേത് കാലഘട്ടത്തിൽ സംഭവിക്കും, എപ്പോൾ അത് സാധ്യത പ്രായമാകുമെന്ന് അറിയുവാൻ വേണ്ടി ആരാഞ്ഞ് ദിനംതോറും അന്വേഷിച്ചു കൊണ്ടിരുന്നുവെന്ന് പത്രോസ് പറയുന്നു. മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ യഹൂദ തരുണീമണികൾ അത്ഭുതകരമായ ഈ ജനനം അവരുടെ ഉദരത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചും വ്രതം എടുത്തും നോയമ്പ് നോറ്റും കാത്തിരുന്നു. യേശുവിന്റെ കന്യകാജനനം സംഭവിക്കാം, ലോകത്തിന്റെ രക്ഷ നടപ്പാക്കണം. കാലം അതിനുള്ള വഴി മാറിക്കൊടുത്തു. അതങ്ങനെ സംഭവിച്ചു. ഒരിക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു മറിയയോട് പറഞ്ഞു, അതിന്റെ ശക്തി നിന്റെ മേൽ നേടിയിരിക്കും. ഇനി ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയുണ്ടാകും എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ആ കാലഘട്ടം അത്ഭുതകരമായ ഒരു കാലഘട്ടമായിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ ആകാംക്ഷ ഭരിതരായിരുന്നു എന്ന് നിങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവത്തെ കുറിച്ച് സ്വർഗത്തിലെ ദൂതൻ മറിയാമിനെ, ഇമ്രാന്റെ മകളായ മറിയ, ആ സഹോദരിയെ സന്ദർശിച്ച് പറയുന്ന കാര്യം ഖുർആൻ 19-ാം അധ്യായം 45-ാമത്തെ അധ്യായത്തിലുണ്ട്. ഞാനിപ്പോ സംസാരിക്കുന്നത് അറബി ഭാഷ, ഇന്ത്യ ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പറഞ്ഞു, മറിയേ, നിനക്ക് ഇങ്ങനെ ഒരു സംഭവം നിന്റെ ഉദരത്തിൽ ഉണ്ടാകും. അവൾ മറുപടി പറയുകയാണ് ദൂതനോട്, വലം യം സർസനി ബസ. 19-ാം അധ്യായം സൂറ അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ ഉണ്ട്, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല.
എന്റെ വിവാഹം നടന്നിട്ടില്ല, അതെങ്ങനെ സംഭവിക്കും? മറുപടിയാണ് നേരത്തെ കേട്ടത്. മറിയേ, നീ ഭയപ്പെടേണ്ട, അതങ്ങനെ തന്നെ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൽപ്പിച്ചാൽ മതി, അത് സാധികപ്രായമായിക്കൊള്ളും, സംഭവിച്ചുകൊള്ളും. അങ്ങനെ തന്നെ സംഭവിച്ചു. കർത്താവിന് സ്തോത്രം. നമ്മുടെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജാതനായി. ഏകസത്യമായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് വിശുദ്ധ പ്രവാചകന്മാരെല്ലാവരും യേശുവിനെ കാത്തുനോറ്റ് കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. നമുക്കറിയാം, അതിന്റെ ഒടുവിലത്തെ കണ്ണിയാണ് യെരുശലേം ദേവാലയത്തിൽ കാണുന്ന ശിമ്യോനും ആ പ്രായം ചെന്ന മാന്യ വല്യമ്മച്ചി. ഈ ശിശുവിനെ പുരുഷൻ മറിയയും ജോസഫും കൂടെ ന്യായപ്രമാണത്തിന്റെ നിയമമനുസരിച്ച് ദേവാലയത്തിൽ കൊണ്ടുചെന്നപ്പോൾ ദൈവത്തിന്റെ ദാസനായിരുന്ന ശിമ്യോൻ ആ ശിശുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് അത്ഭുതകരമായ ഒരു പ്രസ്താവന നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ കൊച്ചിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട്, ആ വാത്സല്യ ശിശുവിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് അതേ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അതിനെ കാത്തിരുന്ന ഈ ശിമ്യോൻ എന്ന പ്രായം ചെന്ന മനുഷ്യൻ, പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. അവനൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, ആത്മനിയോഗത്താലാണ് താൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ശിശുവിനെ കരങ്ങളിൽ എടുത്ത് ആ അമ്മയുടെ കൈത്തണ്ടിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചെടുത്തിട്ട് ആത്മനിയോഗത്തോടെ താൻ പറയുകയാണ്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇത് ആരോടാണ് ഈ പറയുന്നത്? ഈ കൈത്തണ്ടിലിരിക്കുന്ന കുഞ്ഞിനോടാണ്. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും അത്ഭുതപ്പെട്ടു പോയി. ഈ ശിശുവിനോടാണ് പറയുന്നത്, ഇപ്പോൾ നാഥ നീ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കുന്നു. നീ നാഥനാണ്, ലോകത്തിന്റെ നാഥനാണ്. നിനക്ക് കൊല്ലും കൊലയും അധികാരമുള്ളവനാണ്. ഇതാ നിന്നെ ഇപ്പോൾ കാണുവാൻ ഭാഗ്യം ലഭിച്ച എന്നെ നീ ഇപ്പോൾ സമാധാനത്തോടെ അയക്കുകയാണ്. മാനവരാശിക്ക് സമാധാനം കൊടുക്കുവാൻ വേണ്ടി ഇതാ കരങ്ങളിൽ ഇരിക്കുന്നു. അതെ, മറിയയുടെയും യോസഫിന്റെയും ആ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ ഇപ്പോൾ കാണുകയാണ്. അവന്റെ പേര് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഇമ്മാനുവൽ. ഞാൻ പറഞ്ഞില്ലേ, അനേക പ്രവാചകന്മാര് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നു. ശിമ്യോന് മുൻപും പഴയ നിയമകാലങ്ങളിൽ പോലും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച പ്രവാചകന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ദാനിയേലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഒരിക്കൽ താൻ തന്റെ സഹപ്രവർത്തകരുമായി ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഹിദ്ദേക്കൽ നദിയുടെ തീരത്തിൽ നിന്നൊരിക്കൽ പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ദാനിയേൽ തലമുക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഒരു പുരുഷൻ ഇരിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ദേഹം ഗോമേതകം പോലെയും അവന്റെ മുഖം മിന്നൽ പ്രകാശം പോലെയും അവന്റെ കണ്ണുകൾ തീപ്പന്തം പോലെയും അവന്റെ ഭുജവും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളും ഭാഷണങ്ങളും ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ഇരിക്കുന്നു. ഈ മഹാമനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ അലകൾ ഹിദ്ദേക്കൽ നദിയിൽ ഇങ്ങനെ അടിക്കുകയാണ്. അതിന്റെ തീരപ്രദേശത്തിലേക്ക് അത് വ്യാപിച്ചപ്പോൾ ദാനിയേലിന്റെ കൂടെയുള്ള ആളുകൾക്ക് അത് കാണുവാൻ സാധിച്ചില്ല എങ്കിലും വല്ലാത്തൊരു ഭ്രമം പിടിച്ചു അവർക്ക്. അവരെല്ലാവരും ഓടി ഒളിച്ചു. ഈ ശബ്ദം കേട്ടപ്പോൾ ദാനിയേൽ ബോധം കെട്ട് നിലത്ത് വീണു. പ്രൈസ് ദി ലോർഡ്. അവനിൽ ബലം ഒട്ടും ശേഷിച്ചില്ല. അവന്റെ മുഖക്ഷോഭ ക്ഷയിച്ചു പോയി. തറയിൽ കിടന്നപ്പോൾ ഈ
ശബ്ദം കേട്ടവനെ ഒന്ന് നിവർത്തി എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കരം വന്ന് ദാനിയേലിനെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഹിദ്ദേക്കൽ എന്ന് പറയുന്നത്, ഹിദ്ദേക്കൽ മൂന്നാമത്തെ ശാഖയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നത് നമുക്കറിയാം. പീശോൻ, ഗിഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. ഇതാ ഇവിടെ ഹിദ്ദേക്കൽ നദി എന്ന് എഴുതിയിരിക്കുന്നു. ഹിദ്ദേക്കൽ 3-ാം ശാഖ തെളിഞ്ഞു പാഞ്ഞ അശൂരിന്റെ പൂർവ്വദിക്കിനെ നോക്കി. ഈ ശാഖയ്ക്ക് ഇക്കാലത്ത് ടൈഗ്രീസ് എന്നാണ് പേര്. 4-ാമത്തെ വാഗിനി ഫ്രാത്ത്, അത് യൂഫ്രട്ടീസ്, ഭൂലോക പ്രസിദ്ധമാം ബാബിലോണിന്റെ തീരം. നമുക്കറിയാം ഇറാഖിൽ 2 അനുഗ്രഹിക്കപ്പെട്ട ശുദ്ധജല നദികളുണ്ട്. അതാണ് ഹിദ്ദേക്കൽ, മറ്റത് ഫ്രാത്ത്. റിവർ ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് അനുഗ്രഹിക്കപ്പെട്ട 2 നദികളുണ്ട്. ഇസ്രായേൽ ഇറാഖിന്റെ സ്വത്താണ്. അവിടെയാണ് ഏദൻ തോട്ടം ഉണ്ടായിരുന്നത്. യഹോവയായ ദൈവം പണ്ടൊരിക്കൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന നദീതടങ്ങളാണത്. അവിടെ നിന്നാണ് എക്കൽ മണ്ണുകൊണ്ട് തന്നെ കരാകുലികളാൽ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് നാം കാണുന്നു. അത്ഭുതകരമായ സ്ഥലം നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ആദി വ്യാധികളുടെ വിത്തുകൾ മുളയ്ക്കാത്ത വേദന ഭാഗം, നീചന്മാരുടെ പാപവിക്ഷേപമേൽക്കാത്ത സ്ഥലം, മധുക്ഷീരങ്ങളോടുന്ന ഇടം, അവിടെയാണ് സ്വർഗത്തിലെ ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിച്ചത്. ആദ്യ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി അവരോടുകൂടെ ഉലാവുന്നു. ഹല്ലേലൂയ. ഈ ഹിദ്ദേക്കൽ നദിയുടെ തീരത്ത് തന്നെ ദാനിയേലിന് കൊടുത്ത ഈ വെളിപ്പാട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നായി ഞാൻ കരുതുന്നു. അത് യേശുവാണെന്നാണ് എന്റെ വിചാരം. എങ്ങനെയാണ് യേശുവാണെന്ന് അറിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ ബലഹീനനായി നിലം പതിച്ച് കിടക്കുമ്പോൾ ഒരു കരം വന്ന് അവിടെ തൊട്ടിട്ട് എന്താ പറയുന്നത്? പ്രിയ പുരുഷനായ ദാനിയേലേ എന്നൊരു വിളി വിളിക്കുന്നു. യാതൊരു കാരണവശാലും അത് ഒരു ദൂതനാകുവാൻ സാധ്യതയില്ല. ഒരിക്കലും ഒരു ദൂതൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രിയ പുരുഷ എന്ന് വിളിക്കുവാൻ സാധ്യതകൾ കാണുന്നില്ല. ദൂതന്മാര് നമ്മുടെ സ്നേഹിതന്മാരല്ല, പിന്നെ ആരാണ്? സേവകന്മാരാണ്. ഹല്ലേലൂയ. ഇബ്രാഹിം വെളിപ്പാടിൽ അത് വായിക്കുന്നു. അവർ നമ്മുടെ സേവകന്മാരാണ്. എന്നാൽ ഇവിടെ വിളിക്കുന്നു, ദാനിയേലേ, പ്രിയ പുരുഷനായ ദാനിയേലേ. ഒരു കരവും വന്നവനെ സ്പർശിച്ചു. പ്രിയ ദൈവത്തിലെ ആ കരം ദാനിയേലിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ദാനിയേലിന് മനസ്സിലായി ഇത് മറ്റാരുമല്ല, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവാണ്. ദൈവം തന്റെ കരം സ്പർശിക്കാതെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്ക് ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹിദ്ദേക്കൽ നദി തീരത്ത് തന്നെ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കണമെങ്കിൽ ആൻഡ്രൂമിലും ബാങ്കറിലും ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ വരും. ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒന്ന് പ്രദർശിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കരമെന്ന് ഈ ദാനിയേലിനെ ഒന്ന് തട്ടി. അപ്പോൾ മാത്രമാണ് തനി രൂപത്തിൽ നമ്മുടെ കർത്താവിനെ കാണുവാൻ ഈ ദാനിയേലിന് ഭാഗ്യം ലഭിച്ചത്. ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് അത്ഭുതമായ ഒരു കരമാണ്. ദൈവവൈദ്യരെ പ്രൈസലോട് നമ്മൾ അതറിയണം. ഈ കരം തന്റെ ഭക്തന്മാരെ ബലപ്പെടുത്തുന്നതും ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന കരവുമാണ്. പണ്ടൊരിക്കൽ ഇതുപോലൊരു കരം ഒരു കൊട്ടാരത്തിൽ ഇറങ്ങിച്ചെന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. തിരുവെഴുത്തിൽ അതുണ്ട്, ദാനിയേലിന്റെ പ്രവചനത്തിൽ തന്നെ ഉണ്ട്. ബെൽഷസ്സറിന്റെ കൊട്ടാരത്തിൽ ഒരു ബഫേ സിസ്റ്റം നടക്കുകയാണ്, മനോഹരമായ ഒരു കൂട്ടക്കുടി. അപ്പോൾ ബെൽഷസ്സറിന് തോന്നി, യെരൂശലേമിലെ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന പൊൻവെള്ളിപ്പാത്രങ്ങളിൽ മദ്യം പകർന്ന് പാനം ചെയ്യാം. അത് സംഭവിച്ചു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയുടെ വെള്ളനിറമുള്ള പ്രതലത്തിൽ ഒരു കൈപ്പത്തി ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൈപ്പത്തി കണ്ടപ്പോൾ മഹാരാജാവിന്റെ ഏപ്പ് കളഞ്ഞു, കാൽമുട്ടുകൾ ആടിപ്പോയി. അവന്റെ അസ്ഥികളെല്ലാം ബന്ധപ്പെട്ട് ജീവച്ഛവം പോലെ ആയിത്തീരുകയാണ്, നിലവിളിക്കുകയാണ്. ഈ കൈപ്പത്തി ദൈവമക്കൾക്ക് അനുകൂലമാണെങ്കിലും ദൈവത്തെ അറിയാത്ത ദുഷ്ടന്മാർക്ക് ഇത് ഹാനികരമാണ്. അന്ന് രാത്രി അതേ ദാര്യാവേസ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിക്കുകയും ബെൽഷസ്സർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന ചരിത്രത്തിലും തിരുവെഴുത്തിലും നാം അത് വായിക്കുന്നു.
അനുഗ്രഹിക്കപ്പെട്ട ഈ കൈപ്പത്തി ദൈവമക്കളുടെ ആശ്വാസവും ദുഷ്ടന്മാർക്ക് അപകടകരവുമാണ്. അവൻ ദുഷ്ടന്മാർക്ക് ഏറ്റവും ഭീതികരനാണ്. എന്തൊരു മനോഹരമായ കൈപ്പത്തി, ബലമുള്ള കൈപ്പത്തി. ദൈവത്തിന്റെ ഈ കൈപ്പത്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്ര വലുതാണത്. അതിന്റെ വലിപ്പം എത്രയെന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? യേശുവിന്റെ കൈപ്പത്തി എന്നെയും നിന്നെയും വഹിച്ചു നടത്തുന്ന ഈ അത്ഭുതവാനായ ദൈവത്തിന്റെ കൈപ്പത്തി എത്രയുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? യെശയ്യാ പ്രവചനം 40:12 ഒന്ന് വായിക്കാം. Thank you Lord Jesus. യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം 12-ാമത്തെ. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാര്? ഹല്ലേലൂയ. ഇങ്ങനെ ഒരാളുണ്ടോ? അവൻ തന്റെ ഉള്ളം കയ്യിൽ വെള്ളങ്ങളെയെല്ലാം കൊള്ളിക്കും. അവനൊരു ചാണു വെച്ചാൽ ആകാശത്തിന്റെ അളവ് അവൻ കുറിക്കുന്നു. ഇത് എത്ര വലിയ കൈയാണ്! അതുകൊണ്ടാണ് ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് വാർത്താലും നീ ഒരു ചോട്ടാൻ നീട്ടിയാൽ മതി, അവിടെയും ദൈവവേദനയെ നിന്നെ നടത്താൻ കഴിവുള്ളവനാണ്. നീ ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയി മറന്നിരുന്നാലും നീ ഭയപ്പെടേണ്ട, നീ കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബയുടെ മകനായ ആഗൂര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സദൃശവാക്യം 30-ാം അധ്യായത്തിൽ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആര്? ഒന്നാമത്തെ ചോദ്യം. കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആര്? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആര്? ഭൂമിയുടെ ആർദികളെ നിയമിച്ചവൻ ആര്? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? അല്ലെങ്കിൽ അവന്റെ മകന്റെ പേരെന്ത്? അവന്റെ അപ്പന്റെ പേരെന്ത്? നിനക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? ആകാശത്തിൽ അത്ഭുതങ്ങളെ വിരിയിക്കുന്ന ദൈവം തന്റെ ഈ ഉള്ളംകൈയുടെ പ്രവൃത്തി എത്ര വലുതാണ് പ്രിയരെ! ഈ ഉള്ളംകൈയിൽ ഇരുന്നാൽ പോരെ? പ്രൈസ് ദി ലോർഡ്. ഈ ഉള്ളംകൈ ഉള്ളവന്റെ പേരാണ് ഇവിടെ നമ്മൾ വായിച്ചത്, രക്ഷ. സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശം, ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ രക്ഷയുമാണ് അവന്റെ കൈയുടെ വലിപ്പം. അവൻ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? സപ്ത സമുദ്രങ്ങളിലും സമസ്ത നദികളിലും, ഞങ്ങളെ ഇന്ത്യയെ സംബന്ധിക്കുകയാണെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, കാവേരി, ഗോദാവരി, കൃഷ്ണ, ഈ നദികളിലെ ഈ സമുദ്രങ്ങളിലെ വെള്ളമെല്ലാം കൂടെ നമ്മുടെ കർത്താവിന്റെ വസ്ത്രമൊന്നും നനയ്ക്കാൻ തികയത്തില്ല. കർത്താവിന്റെ വസ്ത്രമൊന്നും അങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളമൊന്നും പിന്നെ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയവനായ ഒരു ദൈവമാണ് യേശു. ഈ യേശുവാണ് ചുരുങ്ങി ഒതുങ്ങി മറിയയുടെ ഗർഭപാത്രത്തിൽ അതേ രൂപം പ്രാപിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ പേരാണ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. ദൈവം, ഏകസത്യ ദൈവം, താൻ അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കറിയാം. ഈ രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? യേശുവിനോട് തന്നെ ചോദിക്കണം. യേശു പറഞ്ഞാലേ അത് രക്ഷയാകത്തുള്ളൂ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം എടുത്താട്ടെ, അതിന്റെ 19-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഓ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ദേ സംസാരിക്കുന്നു ഈ കുഞ്ഞ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭവനത്തിൽ വന്നത് നമുക്കറിയാം. ഒരു ചരിത്ര സംഭവം തന്നെയാണത്. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് സഖായി. അദ്ദേഹം ഒരു എക്സൈസ് കമ്മീഷണറാണ് എന്നെനിക്ക് വിചാരം ഉണ്ട്. ഇദ്ദേഹം ഒരു ദിവസം സന്ധ്യാനേരത്ത്
അസാധാരണമായ നിലയിൽ ഹൈവേയിൽ കിടന്ന് ഓടുകയാണ്. എന്താ ഈ ഓട്ടത്തിന്റെ കാരണം? ഇതാ ഒരു ഘോഷയാത്ര വരുന്നുണ്ട്, അതിനകത്ത് യേശു ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാണ് യേശുവിനെ കാണണം? ഈ രക്ഷകനെ ഒന്ന് കാണണം. അതിനുവേണ്ടി പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് ഇവന് വളരെ പ്രയാസമാണ്. യേശു സാധാരണ ഘോഷയാത്രയുടെ നടുവിലെ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത. യേശു എപ്പോൾ സഞ്ചരിച്ചാലും നെഞ്ചും നെറ്റിയും കാട്ടി ഫ്രണ്ടിൽ നിൽക്കത്തില്ല കർത്താവ്. കർത്താവ് എപ്പോഴും നടുഭാഗം, ചുറ്റും പുരുഷാരമാണ്. അതുകൊണ്ടാണല്ലോ രക്തസ്രാവക്കാരത്തി നൂണ്ട് കയറി തൊട്ടത്. ഈ പൊക്കം കുറഞ്ഞ മനുഷ്യനെ യേശുവിനെ കാണാൻ സാധിക്കാതിരുന്നു. അതുകൊണ്ടതാണ്. ഫ്രണ്ടിലാണെങ്കിൽ നേരെ നിന്ന് കാണാം. ഇതങ്ങനെയല്ല. യേശു ഒരു സാമാന്യ മനുഷ്യനല്ലേ, നടുക്കൂടെ നടക്കുമ്പോൾ എങ്ങനെയും ഒന്ന് കാണാമെന്നുള്ള കലശലായ അഭിനിവേശമുണ്ടായി ഈ മനുഷ്യൻ ഓടി ഒരു കാട്ടത്തിന്മേൽ കയറി. ഇതാ ഈ ഓട്ടത്തിന്റെ കാരണം. ഈ മനുഷ്യന് നല്ല സമ്പാദ്യങ്ങളുണ്ട്, ചെസ് കമ്മീഷൻ നല്ല കിട്ടപ്പോരാണ്, സ്ഥാപനരംഗമാണ്, എല്ലാം കഴിഞ്ഞു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഒരു സ്ഥാനത്താക്കി കഴിഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യന് ജീവിതത്തിൽ വലിയൊരു നിരാശയും ഒരു വിടവും. ഇത് നികന്നു കിട്ടിയിട്ടില്ല. ലോകത്തിന്റെ ധനത്തിനും യശസ്സിനും സുഖത്തിനും ആഭിജാത്യത്തിനും തരാൻ കഴിയാത്തൊരു വിടവ് അനുഭവിക്കുന്നവരാണ് ലോകത്തിലെ വൻകിട ജനങ്ങൾ. നമുക്കറിയാം, പരക്കം പായുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാനവജാതിയുടെ ഖണ്ഡങ്ങൾ നിരന്തരമായി ദുഷ്ടന്മാർ പോലും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. ഏതെല്ലാം ദൈവങ്ങളാണ് ലോകത്തിലുള്ളത്, അവർ ഓടുകയാണ്. രക്ഷിക്കണം, രക്ഷിക്കണമേ, രക്ഷിക്കണമേ. സ്തോത്രം. മനുഷ്യൻ രക്ഷ ആഗ്രഹിക്കുന്നത് അതിനെ അറിഞ്ഞുകൊണ്ടായിരുന്നത് അത്ര നല്ലതായിരുന്നു. ഇന്ന് ലോകത്തിൽ 14 രാജ്യങ്ങളിൽ യുദ്ധക്കെടുതികൾ അതെ ആണ്. അവരുടെ ജീവനം കൊണ്ട് ഓടുകയാണ്. കിടങ്ങുകൾ കുഴിച്ചിട്ട് ഓടും. എപ്പോഴാണ് ബോംബർ വന്നു അവരുടെ ഇതെന്ന് അറിയില്ല. അവരും പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. അവർക്ക് യുദ്ധത്തിൽ നിന്നുള്ള മോചനമാണ് ആവശ്യം. ഒരു ദിവസം 25,000-ൽ പരം കുഞ്ഞുങ്ങള് വിശന്ന് പൊരിഞ്ഞു മരിക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടാതെ. നാം അറിയുന്നില്ല, നാം സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ്. സ്തോത്രം. അവർ നിലവിളിക്കുകയാണ്, അയ്യോ ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണമാണ്, ഭക്ഷണമാണ്. ഇന്ന് ഒരു സെക്കൻഡിൽ 6 പേര് വെച്ച് മരിക്കുന്നുണ്ട് എയ്ഡ്സ് എന്ന മഹാവ്യാധിയാൽ. എയ്ഡ്സ് ബാധിച്ചവര് ഇന്ന് കാസർഗോഡ് ഇരട്ടിയായെന്ന് ന്യൂസിൽ കിട്ടില്ല. അവരും നിലവിളിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്താ അവരുടെ രക്ഷ? രോഗസൗഖ്യമാണ്, രോഗസൗഖ്യമാണ്. നിനച്ചറിയാതിരിക്കുമ്പോഴാണ് വൻകിട രാഷ്ട്രങ്ങളിൽ കത്രീനായും റീത്തായും ഒക്കെ കേറി അരിഞ്ഞാടുന്നത്. അയ്യോ, നിനക്കറിയാതെയാണ്. മലവെള്ളപ്പാച്ചില് പോലെ ഇങ്ങനെ കടന്നു കയറി വരികയാണ്. സ്ഥാപിച്ചതും സമ്പാദിച്ചതും മുഴുവനും പോയി. അവരും രക്ഷിക്കാം, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂകമ്പം നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാൻ, അതെ ബർമ, ഇന്ത്യ, ജപ്പാൻ, ചൈന, തായ്ലൻഡ് മുതലായ സ്ഥലങ്ങളെ ഭൂകമ്പമിട്ട് ഇളക്കി മറിച്ചു കളഞ്ഞു. ജപ്പാൻ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ നിന്ന് നിലവിളിക്കുന്നു. അവരും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. എന്താ രക്ഷ? ഭൂകമ്പത്തിൽ നിന്ന് രക്ഷിക്കണേ. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. 1912 ഏപ്രിൽ മാസം 14-ാം തീയതി രാത്രി 11:42 ഒരു സന്ദേശം പോയി ടൈറ്റാനിക്കിൽ നിന്ന്. മധ്യധരണിയായി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കപ്പല്. സേവ് അവർ സോൾസ് എന്നാണ്. ഫിലിപ്പാണ് അയച്ചുകൊണ്ടിരുന്നത്. ഒരു ഫിലിപ്പ്. നിങ്ങൾക്കറിയാം, ഇവിടെ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു 6 നില കെട്ടിടം 2.5 ഏക്കർ സ്ഥലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ 100ാമത്തെ വാർഷികം ആഘോഷിച്ച അന്ന് മരണദേവത എന്ന തേന എന്ന മരണദേവതയുടെ പേര് തേന ടൈറ്റാനിക്കിനെ നോക്കുന്ന ഒരു ചിത്രം. അന്നേ ദിവസം അമേരിക്കയുടെ വടക്ക് കിഴക്കേ തീരമായ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് 150 മൈൽ തെക്കുള്ള ഗ്രാൻബർഗിനെ ലക്ഷ്യമാക്കി ടൈറ്റാനിക് 22 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോവുകയാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 6612 അടി. ഇങ്ങനെ പോകുമ്പോൾ സന്ദേശം വന്നു, സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് ഡേഞ്ചറസ്. സ്പീഡ് കുറച്ചില്ല. 2224 യാത്രക്കാര് ടൈറ്റാനിക്കിലുണ്ടായിരുന്നു. 46,000 ടൺ കേവുഭാരം ആ കപ്പലിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഐസ് കട്ട മുട്ടി എന്ന കാരണത്താൽ പൊട്ടി തകർന്നു കപ്പൽ.
ഇന്ന് പറയുകയാണ് അന്ന് അസാധാരണമായ ഒരു ദിനമായിരുന്നു, ഒരു അശുഭ മുഹൂർത്തമായിരുന്നു. കാരണം 1400 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സൂര്യനും ചന്ദ്രനും ഏറ്റവും അടുത്തു വന്ന് സമ്മേളിക്കുകയുള്ളൂ. അന്നേ ദിവസം സൂര്യനും ചന്ദ്രനും ഏറ്റവും അടുത്തു. അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്തെല്ലാം ഭയങ്കരമായ മഞ്ഞുമലകൾ ഉറഞ്ഞു മറയുവാൻ തുടങ്ങി. അകാരണമായി വന്ന, അപ്രതീക്ഷിതമായി വന്ന പടുകൂറ്റൻ പർവ്വത സമാനമായ ഐസ്ബർഗ് ടൈറ്റാനിക്കിനെ വന്ന് ഇടിച്ചു. 1178 പേരെ കേട്ടാനുള്ള ലൈഫ് ബോട്ട് ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും കൂടെ ഇടിച്ച് 1513 പേര് അതിനകത്ത് കയറ്റിയിട്ടുള്ളൂ. 711 പേര് അതിൻ്റെ കൃത്യത്തിൽ 4 കിലോമീറ്റർ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ടൈറ്റാനിക് സന്ദേശം, സേവ് അവർ സോൾസ്, കാർപാത്തി എന്നൊരു കപ്പലിൽ കേട്ടു. വന്നു കുറച്ച് ശവങ്ങളെ കരയേറ്റിക്കൊണ്ടുപോയി. പ്രിയരെ, രക്ഷ എന്ന് പറയുന്നത് ഭക്ഷണമല്ല, രക്ഷ എന്ന് പറയുന്നത് പണമല്ല, രക്ഷ എന്ന് പറയുന്നത് രോഗസൗഖ്യമല്ല, മാത്രമല്ല രക്ഷ എന്ന് പറയുന്നത് ഭൂകമ്പത്തിൽ നിന്നും വിടുതലല്ല, മറ്റൊന്നുമല്ല. പിന്നെ എന്താണ്? സേവ് അവർ സോൾസ്, രക്ഷ, നമ്മൾക്കൊരു നിത്യരക്ഷ. ഹല്ലേലൂയ. അത് തരാനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവ് അന്ന് അവിടെ വീട്ടിൽ പാർത്തു. പ്രിയരെ, സക്കായിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോക കൈക്കൂലിക്കാരനായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവ് അന്ന് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, അവിടെ ഉറങ്ങി. പൈസ മനസ്സിലാവും. ആർക്ക് കിട്ടും ഈ ഭാഗ്യം? കർത്താവിൻ്റെ ഒരുത്തിനോട് കൃപ തോന്നണമെന്ന് പറഞ്ഞാൽ കൃപ തോന്നും. സക്കായി അന്ന് ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? സക്കായി എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ ഹൈവേയിൽ കൂടെ ഓടിയത്? എന്തിനു വേണ്ടിയാണ്? കാട്ടത്തി മരത്തെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ വലിഞ്ഞു കയറുകയാണ്. അതിന് ശീലമില്ലല്ലോ അത്, അല്ലേ? അത് വാറ്റ് പിടിക്കാനും ചാരായം മാറ്റുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യാനൊക്കെ പുള്ളിക്ക് ഈ മരത്തെ കയറാറിയാമോ? ആവശ്യം വന്നാൽ പുള്ളി കയറും. പുള്ളിക്കാരൻ കയറിയിരിക്കുക. കർത്താവ് ആ സ്ഥാനത്ത് വന്ന ഉടനെ ബ്രേക്കിട്ട് നിർത്തിട്ട് മേലോട്ട് നോക്കും. സഖായേ ഇറങ്ങി വാ, ഞാൻ നിൻ വീട്ടിൽ വസിക്കട്ടെ, 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 ഞാൻ നിൻ വീട്ടിൽ വസിക്കട്ടെ. കൂടെ നിന്നവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കൈക്കൂലിക്കാരനും അഴിമതിക്കാരനുമായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഉറങ്ങാൻ പോകുന്നല്ലേ? നമ്മുടെ കർത്താവ് എത്ര സ്നേഹമുള്ളവൻ! അവൻ രക്ഷ തരാൻ വന്നവൻ. ക്രൈസ്റ്റ് ഈസ് ദ സാൽവേഷൻ. അവനോട് വന്ന് കാപ്പിയെല്ലാം കുടിച്ച് പോകുന്നതിന് മുൻപ് പറയുകയാണ്, ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു എന്ന് പറഞ്ഞാൽ സക്കായി ഓട്ടമൊക്കെ ഓടിയത് എന്തിനു വേണ്ടിയാണെന്ന് കർത്താവിന് മനസ്സിലായി. അവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവിന് രക്ഷ കൊടുത്തത്. കർത്താവ് രക്ഷ കൊടുത്താൽ എന്ത് മാറ്റമാണ് ഇതിന് സക്കായിയോട് അറിയുമെന്ന് പറയാണ്. പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? കർത്താവേ 19 അധ്യായത്തിൽ തന്നെ ഉണ്ട്, കർത്താവേ എന്റെ വസ്തുവകയിൽ പാല് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് മാനസാന്തരത്തിന്റെ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായാൽ അത് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും അറിയാൻ സാധിക്കും. യഥാർത്ഥ ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംശുദ്ധമായ ഒരു കുടുംബജീവിതവും സംശുദ്ധമായ ഒരു സഭാജീവിതവും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സഭാജീവിതവും കുടുംബജീവിതവും വ്യക്തിപരമായ ജീവിതവും ഒരുപോലെ ഇരിക്കണം. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഉണ്ട്. യേശു രക്ഷ നൽകുവാനായിട്ട് ഈ സക്കായിയുടെ ഭവനത്തിൽ വന്നതുകൊണ്ട് സക്കായിക്ക് അത് ലഭിച്ചു. നമുക്കത് ലഭിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സഭാജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു സഹോദരനും സഹോദരിയും സഭയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ ചെയ്ത് ജീവിച്ചവരാണെന്ന് തോന്നുന്നു. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളോട് അയാളങ്ങൾ നടക്കുന്ന കാലം, ഉണർവിന്റെ കാലം. ഇതുപോലെ ഉണർവ് ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ അവിടെ നടന്നൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. നമ്മുടെ ഉറക്ക ചെലവൊക്കെ തീരണമെങ്കിൽ ഒരു 3 ഹല്ലേലൂയ ഒന്ന് പറയാം.